ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കട്ടിളപ്പാളികളിൽ നിന്ന് നഷ്ടപ്പെട്ടത് വൻ അളവിലുള്ള സ്വർണമെന്ന് VSSCയിലെ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴി. കൂടുതൽ വിശദ പരിശോധന നടത്തണമെന്നും ശാസ്ത്രജ്ഞർ SITക്ക് മൊഴി നൽകി. വിശദ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാമെന്ന് VSSCയും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ദിൽന ചേരുന്നുണ്ട്. അല്ലേ ദിൽന, വലിയ അളവിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാളികളിൽ പുറത്ത് പൂശിയ സ്വർണം, പക്ഷേ പാളികൾ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് VSSC അറിയിക്കുന്നത് അല്ലേ? ശബരിമല സ്വർണ്ണമോഷണ കേസിൽ വഴിത്തിരിവാകുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ VSSC ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ സ്വർണം പൂശാനായി കൊണ്ടുപോയ പാളികളിൽ വലിയ തോതിൽ ക്രമക്കേട് നടന്നതായും അതില് ഈ തിരികെ വന്ന സ്വർണ്ണപ്പാളി നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ സ്വർണ്ണപ്പാളികൾ അപ്പാടെ കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ ഈ പോറ്റിയും സംഘവും തിരികെ കൊണ്ടുവന്ന ഈ സ്വർണ്ണപ്പാളിയിൽ മാറ്റമില്ലെന്നും അതിന്റെ ഘടനയിൽ ചില മാറ്റങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്നും വലിയ അളവിലുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളതായാണ് ഇപ്പോൾ VSSC ശാസ്ത്രജ്ഞർ SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതായത് ഈ കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം എവിടെ പോയി എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഈ ഒരു കട്ടിളപ്പാളി മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല, അതിലെ സ്വർണം മാത്രമാണ് നഷ്ടമായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ VSSC ശാസ്ത്രജ്ഞർ നൽകുന്ന മൊഴി പ്രകാരമുള്ളത്. ഇതിനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അന്തിമ റിപ്പോർട്ടിലേക്ക് കടക്കുകയുള്ളൂ. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ ഈ ഒരു മൊഴി അറിയിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഇനിയും തുടർ നടപടികൾ അല്ലെങ്കിൽ ഈ സ്വർണം എവിടെയാണ് പോയത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതെല്ലാം ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് VSSC ശാസ്ത്രജ്ഞരും പറയുന്നത്.